ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. സർവേ നടത്തിയവരോട് വളരെയധികം നന്ദിയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF പ്രവർത്തകരെ ജാഗരൂകരാക്കാൻ എല്ലാ സർവേകൾക്കും കഴിഞ്ഞുവെന്നും ഉമ്മൻചാണ്ടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച നടപടിക്കെതിരെ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നതെന്നും യെച്ചൂരി. അഴീക്കോട് അഴിമുഖത്ത് കടൽ ഭിത്തിയിലിടിച്ച ബോട്ട് തകർന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിലെ 6 തൊഴിലാളികളെ തീരദേശ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയവരോട് വളരെയധികം നന്ദിയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF പ്രവർത്തകരെ ജാഗരൂകരാക്കാൻ എല്ലാ സർവേകൾക്കും കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ അവകാശവാദമായ ഫ്രീ കിറ്റ് തുടങ്ങിവെച്ചത് UDF ആണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവേ നടത്തിയവരോട് പരിഭവമില്ലെന്നും മറിച്ച് സർവേ മൂലം പോരായ്മകൾ ഉള്ള സ്ഥലങ്ങളിൽ UDF പ്രവർത്തകർ സജീവമായതായും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. അതേസമയം ജനങ്ങളുടെ സർവേ UDFന് അനുകൂലമായിരിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സർവേ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. സർവേ നടത്തിയവരോട് എനിക്ക് ഒരു പരിഭവമില്ല. അവർ ചെയ്ത സഹായം മെയ് 2-ാം തീയതി ബോധ്യം. കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭാഗത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു അലസതയോ ഒരു ഉദാസീനതയോ ഉണ്ടെങ്കിൽ അവരൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. സർവേ വരുന്നതിന് മുമ്പും ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. സർവേ വന്നതിന് ശേഷവും പോയിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൻ്റെ ഇരട്ടി ആവേശമാണ് UDF കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരോട് നന്ദിയുണ്ട്. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ അവകാശവാദമായ ഫ്രീ കിറ്റ് തുടങ്ങിവെച്ചത് UDF ആണ്. വിശേഷ ദിവസങ്ങളിൽ തങ്ങൾ നൽകിയ കിറ്റ് ഇടത് സർക്കാർ വന്നപ്പോൾ നിർത്തലാക്കി. പിന്നീട് പ്രളയത്തിന് ശേഷമാണ് അവർ ഇത് പുനരാരംഭിച്ചത്. മുഴുവൻ BPL കുടുംബങ്ങൾക്കും UDF സർക്കാർ സൗജന്യമായി അരി നൽകിയിരുന്നു. ഇപ്പോൾ 2 രൂപ അധികമായി അരിക്ക് നൽകണമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. തുടരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഒരു കാരണവും പറയാതെ നിരസിച്ചു. പിന്നെ അവർ പറഞ്ഞത് വെള്ളപ്പൊക്കം വന്നു, നാശനഷ്ടമുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ തന്നില്ല എന്നുള്ളത്. ഏതായിരുന്നാലും UDF തുടങ്ങി വെച്ച ഫ്രീ കിറ്റ് ആ വിശേഷ ഉള്ള ദിവസങ്ങളിൽ കൊടുക്കുക എന്നുള്ള ആവശ്യം യാതൊരു പരിഗണനയുമില്ലാതെ തന്നവരാണ്. മുഖാമുഖം പരിപാടിയിൽ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രഭാത്, സെക്രട്ടറി MV വിനീത തുടങ്ങിയവരും പങ്കെടുത്തു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച നടപടിക്കെതിരെ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. And it is a charge raised by an RSS functionary. No, it is very clear. There is no need for me or the CPM to answer. The answer has been given by the lone BJP MLA in Kerala, Mr. Rajagopalan, who openly in a media interview said that he has been elected because of the Congress support in the Nemam constituency last year. So clearly, who is supporting whom is very well known to the people of Kerala. It is nothing new. Such deals were happening between the UDF and the BJP in the past as well. They could not succeed, but last time they succeeded in Nemam. That's why today you will see in many places BJP could not find candidates, or even if it found candidates, they could not be put out. So what are they doing there? They are clearly hostile to the LDF. So what is it? What is the nexus? That is very obvious. So that is why we say on every single issue of the misuse of the ED, of all these issues, the UDF has been playing in tandem with the BJP. And that is why for the people,
there is no other alternative. If Kerala's people's welfare has to be kept in mind and Kerala's autonomy of the state government as defined by the Indian Constitution is to be maintained. ശബരിമല വിഷയത്തിൽ പാർട്ടിയിൽ രണ്ട് നിലപാടില്ല. സുപ്രീം കോടതി വിധി വരട്ടെ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുന്നതായും യെച്ചൂരി പറഞ്ഞു. കോൺഗ്രസ് പിന്തുണയോടെയാണ് നേമത്ത് വിജയിച്ചതെന്ന് BJP MLA ഒ രാജഗോപാൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM BJP കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടതില്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. അഴീക്കോട് അഴിമുഖത്ത് കടൽ ഭിത്തിയിലിടിച്ച ബോട്ട് തകർന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിലെ 6 തൊഴിലാളികളെ തീരദേശ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. രാവിലെ 5:30യോടെയാണ് അപകടമുണ്ടായത്. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ അച്ചായൻ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് അപകടത്തിൽപ്പെട്ടതായി ഫോൺ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തീരദേശ പോലീസിന്റെ ബോട്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ്, സ്രാങ്ക് ഹാരിസ്, കോസ്റ്റൽ വാർഡൻ സനൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമായി പ്രതിയോഗികൾക്ക് എതിരെ ഉപയോഗിക്കുന്നുവെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ജനങ്ങൾക്ക് ഇത് വെല്ലുവിളി ഉയർത്തുന്നു. ഇത്തരം ദുരുപയോഗത്തിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമല്ല. സുപ്രീം കോടതി വിധി വരട്ടെയെന്നും D. രാജ പറഞ്ഞു. BJPയും UDFും മതവും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണ്. ഇത് അപകടകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. No, the use of central agencies has become an issue in Kerala and in many parts of the country. The union government with Mr. Shah as Home Minister has been using the central agencies to target their political opponents and to resort to political vendetta. It is happening, and in Kerala also it is happening. What is Indian democracy? I said it in Trivandrum also. The 3 fundamentals of our Indian democracy. 1, independent judiciary. The other one, neutral election commission which has the mandate to conduct free and fair elections. Then the rule of law. But BJP doesn't care for these 3, and BJP government tries to use all agencies under its control to target opponents, and they try to undermine the very judiciary also, and they try to influence the judicial process on every issue. These are really challenges before the people. അധികാരത്തിന്റെ മറവിൽ എന്ത് അതിക്രമവും കാണിക്കാൻ ഭയമില്ലാത്ത സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ താല്പര്യവും കാണുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിനോടകം തന്നെ ആ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ച തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ തീരുമാനമായിരിക്കും. ഒരു സാധാരണക്കാരൻ, ഒരു സാധു കുടുംബത്തിൽപ്പെട്ട സൗഭാഗ്യം ഈ നാടിനെ പ്രതിദാനം ചെയ്യുന്ന MLA ആയിട്ട് ഉയർത്തുക എന്നത് നിങ്ങളാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് അധിക സമയമില്ല. ഉള്ള സമയം നമ്മൾ പൂർണ്ണമായും വിനിയോഗിക്കണം. നമ്മുടെ സർവ്വ കഴിവും വിനിയോഗിക്കണം. നമുക്കൊരു നല്ല MLA, ഞങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം കഴിയുന്ന ഒരു MLA നമുക്കുണ്ടായി മതിയാകും. ശ്രീശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പോടുകൂടി അത് യാഥാർത്ഥ്യമാകും. ഈ നാടിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആ വിജയം സഹായകരമാകും. അതുകൊണ്ട് സാധാരണക്കാരായ സ്വർണ്ണാഷ്ടിനെ MLA ആക്കാൻ കേരള സംസ്ഥാന തടപ്പായ തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച കയ്പമംഗലം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാര ബഹദൂർ മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിലെ ബാലികാ സുരക്ഷ ഉത്തർപ്രദേശിലേതിനേക്കാൾ മോശമായ വിധത്തിലാണ്. വാളയാറിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിൽ വികസനമെത്തിക്കുന്നതെന്ന് പറയുന്നത്.
കടലിന്റെ മക്കളുടെ സ്വത്ത് വിൽപ്പന നടത്തുന്നതിന് കരാർ ഒപ്പിട്ടത് അറിയില്ലെന്ന് പറഞ്ഞ പിണറായി വിവരാവകാശ രേഖ പുറത്തു വന്നപ്പോൾ മൗനം പാലിക്കുന്നതിലൂടെ കുറ്റസമ്മതം നടത്തുകയാണെന്നും അഭിപ്രായപ്പെട്ടു. എംപിമാരായ ബെന്നി ബെഹനാൻ, ടി.എൻ. പ്രതാപൻ, കയ്പമംഗലം UDF സ്ഥാനാർത്ഥി ശോഭ സുബിൻ, തഴപ്പായ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സാജു തോമസ്, സെക്രട്ടറി മേരി ജോളി, DCC പ്രസിഡന്റ് MP വിൻസെന്റ്, സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, TM നാസർ, PMA ജബ്ബാർ, PA മാധവൻ, O അബ്ദുറഹ്മാൻ കുട്ടി, UDF കൺവീനർ മുജീബ് റഹ്മാൻ, RSP നേതാവ് ജോബി, ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജയലക്ഷ്മി ടീച്ചർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സജയ് വൈനപ്പള്ളി, PK ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ഹംസ, മുൻ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KK അഫ്സൽ എന്നിവർ പങ്കെടുത്തു. വീട്ടിൽ തന്നെ വോട്ട് ചെയ്ത് കലാമണ്ഡലം ഗോപി ആശാൻ. തൃശൂർ ജില്ലയിലെ ആബ്സെന്റീസ് വോട്ടർമാർക്കുള്ള തപാൽ വോട്ടെടുപ്പിന്റെ ഉദ്ഘാടനം മുണ്ടൂരിലെ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ നടന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കളക്ടർ S. ഷാനവാസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോൾ സംഘം ഗോപിയാശാന്റെ വീട്ടിലെത്തി വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു. സ്വീപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കളക്ടർ ഗോപിയാശാന് പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർ ഗോപിയാശാന് സ്പെഷ്യൽ ബാലറ്റ് നൽകി. താൽക്കാലികമായി തയ്യാറാക്കിയ പോളിംഗ് സ്റ്റേഷനിൽ ഗോപിയാശാൻ വോട്ട് ചെയ്ത് ബാലറ്റ് പേപ്പർ കവറിലിട്ട് തിരിച്ചു നൽകി. ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ ഈ വോട്ട് ചെയ്യാൻ സാധിച്ചത് ഞാൻ അങ്ങേറ്റം ഭാഗ്യവാനായിട്ട് സന്തോഷവാനായിട്ട് ആണ് കണക്കാക്കുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത കാരണവും ആ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വിഷമമുണ്ടാകുമോ എന്ന് സംശയം തോന്നിയിരുന്നു. പക്ഷേ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കളക്ടറോട് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇത് ഇങ്ങനെ എന്നെപ്പോലെ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഒരു അനുഭവമായിട്ട് മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. 80 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് രോഗികൾ എന്നിവരിൽ നിന്ന് തപാൽ വോട്ട് അനുവദിക്കുന്നതിനായി ലഭ്യമായ 12D അപേക്ഷകളിൽ സാധുവായ അപേക്ഷകരെ താമസ സ്ഥലത്തെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഇതോടെ ജില്ലയിൽ തുടക്കമായത്. വയസ്സിന് മുകളിലുള്ളവർ, 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവർ, കോവിഡ് രോഗികൾ, കോവിഡ് രോഗത്തിൻ്റെ പേരിൽ ക്വാറന്റൈനിൽ നിൽക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും അവർ അപേക്ഷിച്ചതനുസരിച്ച് അവരുടെ വീടുകളിലെത്തി ഇന്ന് പോസ്റ്റൽ ബാലറ്റിലൂടെ അവരെ വോട്ട് ചെയ്യിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ വോട്ടിംഗ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ വോട്ടിംഗ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ലോകപ്രശസ്തനായ പത്മശ്രീ ശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ്റെ അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇത് പരിപൂർണ വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശാക്തീകരണത്തിനും അതിൻ്റെ പൂർണ്ണതയ്ക്കുമായി എല്ലാവർക്കും വോട്ട്, അവരുടെ ശാരീരിക അവശതകൾ ഒന്നും പരിഗണിക്കാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സഹായവും അതിനുള്ള സാഹചര്യവും ഒരുക്കുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അർഹരായ 37,828 പേർക്കാണ് ജില്ലയിൽ പ്രത്യേക തപാൽ വോട്ട് ചെയ്യാൻ അവസരം. 396 പോളിംഗ് സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഓരോ സംഘത്തിലും 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, 1 പോലീസ് ഉദ്യോഗസ്ഥൻ, 1 വീഡിയോഗ്രാഫർ എന്നിവർ ഉൾപ്പെടുന്നു. ഒരു ദിവസം ഒരു പോൾ സംഘം 20 മുതൽ 25 വരെ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി E.T. ടൈസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കയ്പമംഗലം മണ്ഡലം സംയുക്ത കർഷക മുന്നണി കൺവെൻഷൻ ശ്രീനാരായണപുരത്ത് നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കള്ള പ്രചാരവേലകൾ കെട്ടഴിച്ചു വിടുന്നു. ആ കള്ള പ്രചാരവേലകളും നുണച്ചാക്കുകളും അട്ടിയിട്ട് കേരളത്തിന് നന്മ ചെയ്യുന്ന ഈ ചാനലുകളുടെ കണക്കെടുപ്പും ഇതിന്റെ റിപ്പോർട്ടും സർവേ റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വരുന്നത് 2 അപകടമുണ്ട്. ഒന്ന്, നിങ്ങൾ ഇനി ഇത്തരം വർക്കുകളിലേക്കൊന്നും അധികം പോകേണ്ടതില്ല എന്ന് നമ്മുടെ പ്രവർത്തനത്തെ ഒന്ന് ദുർബലപ്പെടുത്തുക എന്നത്. നമ്മളിപ്പോൾ ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത് കൃഷി മേഖലയിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നന്മ എന്ത് എന്ന കൃഷി ചെയ്യുന്ന നാട്ടുകാരായ അവരുടെ വീടുകളിലേക്ക് കർഷക സംഘടനകളുടെ പ്രവർത്തകർ നേരിട്ട് അവരുടെ വീടുകളിലേക്ക് പോയി അവരോട് സംസാരിക്കാൻ, അവർക്ക് കുറിപ്പ് കൊടുക്കാൻ, അവരോട് ഈ ഗവൺമെന്റിനെ കാത്തു സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിശദീകരിക്കാനുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിന്റെ കാര്യം പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു, VA കൊച്ചുമൊയ്തീൻ, MS മോഹനൻ, അഡ്വക്കേറ്റ് ജ്യോതിപ്രകാശ്, TK രമേശ് ബാബു, MD സുരേഷ് എന്നിവർ സംസാരിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൊടുങ്ങല്ലൂരിലെ CPI നേതാവുമായിരുന്ന ബേബി ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു.
എടവിലങ്ങ് കാരയിൽ നടന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബേബി ജനാർദ്ദനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. എറിയാട് പഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ബേബി ജനാർദ്ദനൻ CPI മഹിളാ വിഭാഗമായ മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റുമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPIയുമായി ഇടഞ്ഞ ബേബി ജനാർദ്ദനൻ സ്വതന്ത്രയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഷാജി കുന്നുങ്ങലും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. കയ്പമംഗലം LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയൻ കൺവെൻഷനും സംഘടിപ്പിച്ചു. കയ്പമംഗലത്തെ LDF സ്ഥാനാർത്ഥി E.T. ടൈസന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ മണ്ഡലം കൺവെൻഷൻ ശ്രീനാരായണപുരത്ത് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ലതാ ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി A.S. സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി E.T. ടൈസൺ, T.K. സുധീഷ്, P.K. ചന്ദ്രശേഖരൻ, T.P. രഘുനാഥ്, P.V. മോഹനൻ എന്നിവർ സംസാരിച്ചു. T.S. ഗോപിനാഥൻ, B.S. ശക്തിധരൻ, K.C. ശിവരാമൻ, സുഖദേവ്, A.P. ജയൻ, P.A. സുധീർ, സഫീർ, C.M. കിരൺ, ഇന്ദിര, സ്നേഹലത, P.K. റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. പാപ്പിനിവട്ടം ബാങ്ക് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു. പാപ്പിനിവട്ടം ബാങ്കിന്റെ 90 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനും വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി ചെയർമാനുമായിരുന്ന T.M. മനോഹരൻ നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയമാണ് വൈദ്യുതി. ആ വൈദ്യുതിയുടെ ഉത്പാദനം സോളാർ മേഖലയിൽ നിന്ന് എങ്ങനെ ഉത്പാദിപ്പിക്കാമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിന് പരിമിതികളുണ്ട്. ഈ പരിമിതികൾ നിങ്ങൾക്കാണ്. ഈ പരിമിതികളെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. സോളാർ എനർജി പകൽ മാത്രമുണ്ട്, രാത്രി സോളാർ എനർജി ഇല്ല. അതുകൊണ്ട് ഈ സോളാർ എനർജി രാത്രി ലഭ്യമാകാൻ എന്ത് ചെയ്യണം? ഇതിലൊന്നിനെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റണം. പാപ്സ്കോ സോളാർ സൊല്യൂഷൻസ് എന്ന ബ്രാൻഡ് നെയിമിലുള്ള ബാങ്കിന്റെ പാരമ്പര്യേതര ഊർജ്ജ മേഖലയിലെ സ്വന്തം സ്ഥാപനമാണ് 90 കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പുനരുപയോഗ യോഗ്യവും ചെലവ് കുറഞ്ഞതുമായ വൈദ്യുതി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ മേഖലയിൽ ബാങ്ക് ആരംഭിച്ചിട്ടുള്ള പാപ്സ്കോ സോളാർ, പാപ്സ്കോ LED, പാപ്സ്കോ ഊർജ്ജമിത്ര എന്നീ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയിലാണ് ഈ പ്രവർത്തനം നല്ല രീതിയിൽ നിറവേറ്റപ്പെട്ടത്. പാപ്സ്കോ സോളാറിലൂടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഓൺ ഗ്രിഡ് പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിന് കൊടുങ്ങല്ലൂർ താലൂക്കിൽ ബാങ്ക് വായ്പ നൽകി വരികയും ചെയ്യുന്നുണ്ട്. സോളാർ പവർ പ്ലാന്റിന് പുറമെ സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ ലാന്റേൺ, സോളാർ LED അധിഷ്ഠിതമായ വിവിധ ഉൽപ്പന്നങ്ങളും ബാങ്ക് നിർമ്മിച്ച് സംസ്ഥാന വ്യാപകമായി വിപണനം നടത്തിവരുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് E.K. ബിജു അധ്യക്ഷനായി. ഇത്തരം ഈ മേഖലയിൽ വലിയൊരു ഇടപെടൽ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെലവ് കുറഞ്ഞതും പ്രകൃതി സൗഹൃദവുമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഗീതാ പ്രസാദ്, T.S. സജീവൻ, ബാങ്ക് ഡയറക്ടർ E.G. സുരേന്ദ്രൻ, ടെക്നിക്കൽ ഡയറക്ടർ സ്വപ്ന പ്രദീപ്, R.A. മുരുകേശൻ, KSEB എഞ്ചിനീയർ ജിതിൻ, ഹരി പോളശ്ശേരി, T.B. ജിനി എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സർവേ നടത്തിയവരോട് വളരെയധികം നന്ദിയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF പ്രവർത്തകരെ ജാഗരൂകരാക്കാൻ എല്ലാ സർവേകൾക്കും കഴിഞ്ഞുവെന്നും ഉമ്മൻചാണ്ടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച നടപടിക്കെതിരെ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നതെന്നും യെച്ചൂരി. അഴീക്കോട് അഴിമുഖത്ത് കടൽ ഭിത്തിയിലിടിച്ച് ബോട്ട് തകർന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിലെ 6 തൊഴിലാളികളെ തീരദേശ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.